ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ കെട്ടിടങ്ങൾ അനധികൃതമാണെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയവയിൽ 29 കുടുംബങ്ങളുടെ വീടുകളും ഉൾപ്പെടുന്നു. പുനരധിവാസം ഉറപ്പാക്കാതെയുള്ള നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തിയത്. ഹൈക്കോടതി അനധികൃതമെന്ന് വിധിച്ച 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. ഇതിൽ 29 കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളും ഉൾപ്പെടുന്നു. രാവിലെ 5 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഒഴിപ്പിക്കലിനുള്ള നടപടികൾ ആരംഭിച്ചു. വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി പൂർത്തിയാക്കുമെന്നും പുനരധിവാസം ആവശ്യമുള്ള 12 കുടുംബങ്ങൾക്ക് ഇതിനുള്ള അവസരമൊരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു തുണ്ട് ഭൂമിയോ കൂരയോ ഇല്ലാത്തവരുടെ പുനരധിവാസം നമ്മുടെ ബാധ്യതയാണ്. അത് പഞ്ചായത്ത് അതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പന്നിയാർ പുഴയോരത്തെ ക്ഷേത്രവും പള്ളിയും അടക്കമുള്ളവയാണ് പൊളിച്ചു നീക്കിയത്. വിശ്വാസികൾ വൈകാരികമായാണ് ഇതിനോട് പ്രതികരിച്ചത്. കണ്ണീരിൽ ഒളിപ്പിച്ച ഈ ആരാധനയാണ് പണിതത്. ഞങ്ങൾ പരിസ്ഥിതികൾ കണ്ണീരിൽ ഒളിപ്പിച്ച ഈ ആരാധന പണിതത്. ഇത്രയും പെട്ടെന്ന് ഇവര് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം സാറേ. 65 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. ഞങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ കാലത്ത് യാതൊരുവിധ കരുണയും കാണിക്കാതെ ഞങ്ങളെ ഒറ്റ ദിവസം കാലത്ത് വന്ന് പൊളിച്ചു മാറ്റി എല്ലാത്തും തൂങ്ങി ചാടുള്ള മാർഗത്തിൽ മാത്രമേ ആക്കിയിട്ടുള്ളൂ. പലതവണ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് നടപടിയെന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. 2023 ഹൈക്കോടതി ഉത്തരവിന് ശേഷം പലതവണ നാട്ടുകാർക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകിയിരുന്നു. വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ കെട്ടിപ്പൊക്കിയതൊക്കെയാണ് ഈ തകർന്നു കിടക്കുന്നത്. പൂപ്പാറയിലേത് കയ്യേറ്റമോ കുടിയേറ്റമോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഷെർമോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.